വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ബി.ജെ.പി. പുലർച്ചെ പ്രഖ്യാപിച്ച രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും പത്തനംതിട്ടയില്ല. വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, എന്താണ് പ്രധാനമായും അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു ബി.ജെ.പിയുടെ സാഹചര്യം എന്താണ്? ഇനി ശ്രീധരൻപിള്ളയല്ല, സുരേന്ദ്രനുമല്ല, മൂന്നാമതൊരാൾ സ്ഥാനാർത്ഥിയെ വരാനുള്ള സാഹചര്യമുണ്ടോ? ജീന, അല്പസമയം മുൻപാണ് ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുലർച്ചയോടുകൂടി പ്രഖ്യാപിച്ചത്. 36 പേരടങ്ങുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചതിലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി.ജെ.പിയുടെ മണ്ഡലമായ പത്തനംതിട്ട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. മഹാരാഷ്ട്രയിലെ 6, ഒഡീഷയിലെ 5, ആന്ധ്രാപ്രദേശിലെ 23, അസം, മേഘാലയ സംസ്ഥാനങ്ങളിലെ ഓരോ വീതം സ്ഥാനാർത്ഥികളെയുമാണ് ഇന്ന് ബി.ജെ.പി. പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടപ്പോൾ 13 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ, കേരളത്തിലെ ബി.ജെ.പിയുടെ 13 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഒരു സീറ്റ് പത്തനംതിട്ട സീറ്റിലേതാണ് പ്രഖ്യാപിക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. അതിന് പ്രധാനമായും കാരണമായിരുന്നത് കെ സുരേന്ദ്രനും പി.എസ്. ശ്രീധരൻപിള്ളയും പത്തനംതിട്ട സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി വലിയ അവകാശവാദങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. അതിൽ കാര്യമായ തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കാതെ ബി.ജെ.പി. ദേശീയ നേതൃത്വവും ഈ തമ്മിലടിയിൽ കൃത്യമായ ഉത്തരം കണ്ടെത്താനാകാതെ പ്രതിസന്ധിയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നും സ്ഥാനാർത്ഥി പട്ടികയിൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കാത്തതിന് കാരണം. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ അവകാശവാദം എന്ന് പറയുന്നത് സാമുദായിക സംഘടനകളുടെ ഒക്കെ തന്നെ ആനുകൂല്യം തനിക്കാണ് ലഭിക്കുക എന്നുള്ളതാണ്. അത് പരിഗണിച്ചുകൊണ്ട് തന്നെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ആ രീതിയിൽ ആദ്യഘട്ടത്തിൽ പി.എസ്. ശ്രീധരൻപിള്ള പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെ തെളിഞ്ഞിരുന്നു. കാരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് നൽകിയ പട്ടികയിലും പി.എസ്. ശ്രീധരൻപിള്ളയുടെ പേരായിരുന്നു പത്തനംതിട്ട സീറ്റിൽ നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് RSS വിഷയത്തിൽ ഇടപെടുകയും കെ സുരേന്ദ്രനെ തന്നെ ശബരിമല വിഷയം ഉൾപ്പെടെ നടന്ന സാഹചര്യത്തിൽ കുറെ കൂടി തീവ്ര വർഗീയമായും അതുപോലെ തന്നെ കുറെ കൂടി സംഘർഷ സാഹചര്യങ്ങളൊക്കെ തന്നെ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് ബി.ജെ.പി. പ്രവർത്തകർക്കിടയിൽ കുറച്ചുകൂടി പ്രതീക്ഷ നൽകുന്ന നേതാവ് കെ സുരേന്ദ്രനാണ് എന്നുള്ള രീതിയിൽ RSS ദേശീയ നേതൃത്വത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. തുടർന്ന് കെ സുരേന്ദ്രൻ തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നുള്ള സൂചനകളും പുറത്തു വന്നു. എന്നാൽ പിന്നീട് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് പി.എസ്. ശ്രീധരൻപിള്ളയോട് ഇക്കുറി മത്സരിക്കരുത് എന്നുള്ള രീതിയിലും സൂചനകൾ നൽകിയിരുന്നു. പക്ഷേ പിന്നീടും ശ്രീധരൻപിള്ള ഈ ഒരു തീരുമാനത്തിൽ നിന്നും പിറകോട്ട് പോകാൻ തയ്യാറായില്ല. തന്റെ അതൃപ്തി കൃത്യമായും നേതാക്കന്മാരെ അറിയിച്ചതോടു കൂടിയാണ് വീണ്ടും തീരുമാനമെടുക്കാനാകാത്ത നിലയിലേക്ക് പത്തനംതിട്ട സീറ്റിന്റെ കാര്യം വീണ്ടും പോയത് എന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ മറ്റൊരു സാധ്യത ബി.ജെ.പി. തേടുന്നുണ്ടോ എന്നും ഇപ്പോൾ പറയാനാകില്ല. ചില അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. കാരണം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഉള്ള നീക്കം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ വേണ്ടി പറ്റുന്ന ഒരു അഭ്യൂഹമല്ല ഇപ്പോൾ പരക്കുന്നത്. ഏതായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് തന്നെയാണ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും പത്തനംതിട്ട സീറ്റിൽ ആര് മത്സരിക്കും എന്നുള്ളത് വ്യക്തമാക്കാത്തത്. കാരണം മറ്റ് 13 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥിമാർ പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോഴും പത്തനംതിട്ട സീറ്റിൽ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല എന്ന് ബി.ജെ.പിക്ക് വ്യക്തമാക്കേണ്ടി വരും. അങ്ങനെ വ്യക്തമാക്കേണ്ടി വരുമ്പോൾ കൃത്യമായും പാർട്ടിക്കകത്ത് വലിയ തമ്മിലടി നിലവിൽ നിൽക്കുന്നു എന്നുള്ള കാര്യവും വെളിച്ചത്ത് വരും. ആ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ തന്നെ നിർജീവമാകും എന്നുള്ളതിന്റെ കൂടി സൂചനയാണ്. കാരണം ഈ ഒരു ആഭ്യന്തര കലഹം സംഘടനാ സംവിധാനത്തെയും ബാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ തന്നെ വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയം വൈകുന്ന ഈ തീരുമാനം. ശരത്, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, നേരത്തെ സാങ്കേതിക വിഷയം മാത്രമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത ഒരു കാരണം എന്ന് ബി.ജെ.പി. പറഞ്ഞപ്പോഴും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തൃശൂരിൽ BDJSന്റെ സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. തൃശൂരിൽ BDJS സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം പത്തനംതിട്ടയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം എന്ന തരത്തിലുള്ള ഒരു അഭ്യൂഹവും നിലനിന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചില്ലെങ്കിൽ ശ്രീധരൻപിള്ളിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുക, കെ സുരേന്ദ്രനെ തൃശൂരിൽ മത്സരിപ്പിക്കുക എന്ന രീതിയിലുള്ള ഒരു തീരുമാനം ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും ജീന, തള്ളിക്കളയാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലുള്ള ഒരു സാധ്യതയാണ് അത്. കാരണം
നേരത്തെ തന്നെ അതായിരുന്നു BJP-യിൽ വർക്കൗട്ട് ചെയ്ത ഫോർമുലയും. അതായത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല എങ്കിൽ തൃശൂർ സീറ്റ് BJP ഏറ്റെടുത്തുകൊണ്ട് പിന്നെ അതിന് പകരമായി മറ്റൊരു സീറ്റ് നൽകുക എന്നുള്ള തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെ തൃശൂർ സീറ്റിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുകയും ചെയ്യും. പക്ഷേ നിലവിൽ 2 ദിവസം മുൻപ് NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിക്കൊണ്ട് 5 സീറ്റുകൾ BDJS-ന് നൽകാൻ നേരത്തെ തന്നെ BJP തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായാണ് മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇനി നിലവിൽ മറ്റ് 13 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയ സാഹചര്യത്തിൽ തൃശൂർ സീറ്റിൽ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല എങ്കിൽ BJP ഏറ്റെടുത്താൽ അത് BDJS-ഉം BJP-യും തമ്മിലുള്ള ചില മുന്നണി പ്രശ്നങ്ങൾക്ക് കാരണമാകും. കാരണം BDJS-ന്റെ ഒരു സീറ്റ് നഷ്ടപ്പെടുകയാണ് തൃശൂർ സീറ്റ് നൽകുമ്പോൾ. പകരം ഒരു സീറ്റ് നൽകാൻ BJP-ക്ക് സാധിക്കുകയും ചെയ്യില്ല. കാരണം മറ്റു പ്രചരണങ്ങളൊക്കെ തന്നെ മറ്റു സ്ഥാനാർത്ഥികൾ BJP സ്ഥാനാർത്ഥികൾ മറ്റ് 13 മണ്ഡലങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു വിട്ടുവീഴ്ചക്ക് തങ്ങളുടെ സീറ്റ് വിട്ടു നൽകാൻ വേണ്ടി BDJS തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല എങ്കിലും BDJS-ന്റെ തന്നെ സീറ്റായി അത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഈ ഒരു സാധ്യത വർക്കൗട്ട് ആകുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായ ഉള്ള വിഷയമല്ല ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിന് കാരണമെന്ന് വ്യക്തമാണ്. നേരത്തെ നേതാക്കന്മാരൊക്കെ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇപ്പോൾ ചേരുന്നത്. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് അവിടെ എടുത്ത തീരുമാനങ്ങളാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചത് എന്നൊക്കെയാണ് നേതാക്കളുടെ അവകാശവാദം. എന്നാൽ അതിനും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ മറ്റ് 13 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു എന്നുള്ള ചോദ്യം തന്നെ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവകാശവാദം കൃത്യമായും തെറ്റാണ്. പകരം കൃത്യമായും പത്തനംതിട്ടയിൽ BJP നേതാക്കന്മാർ തമ്മിലുള്ള തമ്മിലടി തന്നെയാണ് സീറ്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നത് എന്ന് വ്യക്തമാകുന്നു. തീർച്ചയായും 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ BJP-ക്ക് സാധിച്ചില്ല. തമ്മിലടി തന്നെയാണ് പ്രധാന കാരണമെന്നാണ് ഇതിന്റെ പ്രാഥമിക നിരീക്ഷണം. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും ശരത്ത് നൽകിയത്. ഇടവേള. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി BS യെദ്യൂരപ്പ BJP കേന്ദ്ര നേതാക്കൾക്ക് കോടികൾ നൽകിയെന്ന വെളിപ്പെടുത്തലിനെ സജീവ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാൻ കോൺഗ്രസ്. മേഹി ചൌക്കിദാർ എന്ന പേരിൽ BJP നടത്തുന്ന പ്രചാരണത്തിന് വിലങ്ങിടാൻ റഫാലിനൊപ്പം എഡ്ഡി ഡയറിയും വിഷയമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. എന്നാൽ മറുപടിയായി DK ശിവകുമാറിനെതിരായ ആരോപണങ്ങൾ ഉയർത്തിയായിരിക്കും BJP പ്രതിരോധിക്കുക. അഴിമതി ആരോപണങ്ങൾ കൊണ്ടും അതിരുവിട്ട് ധനസമ്പാദനം കൊണ്ടുമെല്ലാം നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്ന കർണാടകയിലെ കോൺഗ്രസ് നേതാവാണ് DK ശിവകുമാർ. സംസ്ഥാനത്തെ കോൺഗ്രസ് JDS സഖ്യ സർക്കാരിനെ താഴെയിറക്കാൻ BJP നടത്തിയ ഓപ്പറേഷൻ താമരയെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയത് DKയുടെ തന്ത്രങ്ങളിലൂടെയായിരുന്നു. അതിനാൽ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ എല്ലാ കാലത്തും DK ശിവകുമാറിന്റെ പിന്നിലുണ്ടായിരുന്നു. 2016-ൽ DK ശിവകുമാറിന്റെ വീട്ടിൽ നടത്തിയ ഒരു റെയ്ഡിലായിരുന്നു യെദ്യൂരപ്പയെയും BJP കേന്ദ്ര നേതാക്കളെയും പ്രതിരോധത്തിലാക്കിയ വിവാദ ഡയറിയുടെ വരവ്. റെയ്ഡിനിടെ ഡയറിക്കുറിപ്പിന്റെ പകർപ്പ് DK തന്നെയാണ് ആദായ നികുതി വകുപ്പിന് നൽകിയത്. എന്നാൽ ഒറിജിനൽ കണ്ടെത്താനായിട്ടില്ലെന്നും രേഖയുടെ ഉറവിടം വ്യക്തമാക്കാൻ DK ശിവകുമാർ തയ്യാറായില്ലെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു. രേഖയുടെ ആധികാരികത സംബന്ധിച്ച തർക്കങ്ങളിൽ തീരുമാനം ആയാലും ഇല്ലെങ്കിലും വിഷയം പ്രചാരണ വിഷയമാക്കി ചർച്ചയാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുക. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രചാരണ വേദികളിൽ ആരോപണം ഉയർന്നു കേൾക്കും. ഇതിനെ DK ശിവകുമാറുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകൾ പുറത്തുവിട്ട BJP പ്രതിരോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബാംഗ്ലൂരിലെ സ്റ്റീൽ ഫ്ളൈ ഓവർ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ഒരു ഡയറി കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരുകൾ പരാമർശിക്കുന്നുണ്ടെന്നുമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞത്. ചുരുക്കത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കലുഷിതമാകുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. KPCC പ്രസിഡന്റിനെ വെല്ലുവിളിച്ച് കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ RSS SDPI വോട്ടുകൾ വേണ്ട എന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടോ എന്ന് കോടിയേരി. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനമാണ് BJPക്ക് ഇത്രയധികം പേരെ സംഭാവന നൽകാൻ കാരണമെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷം വിജയിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 20 സീറ്റിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇതിൽ മലപ്പുറത്തെ മത്സരത്തിൽ തീ പാറുമെന്നും കോടിയേരി പറഞ്ഞു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച മൃദു ഹിന്ദുത്വ സമീപനമാണ് ഇത്രയധികം ആളുകളെ BJPയിലേക്ക് എത്തിച്ചതെന്നും കോടിയേരി പറഞ്ഞു. കോലീബി സഖ്യമില്ലെന്ന് വെല്ലുവിളിക്കുന്ന KPCC പ്രസിഡന്റ് RSSന്റെയും SDPIയുടെയും അടക്കമുള്ള സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ ധൈര്യമുണ്ടോ എന്നും കോടിയേരി വെല്ലുവിളിച്ചു. ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങുന്നില്ലല്ലോ. ഞങ്ങൾ സാധാരണഗതിയിൽ
അഭിമന്യുവിനെ കൊന്ന SDPIക്കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ആ അഭിമന്യുവിനെ കൊന്ന SDPIയുമായിട്ടാണ് സഖ്യം കോൺഗ്രസ് ഉണ്ടാക്കി അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രചാരവേല ചെയ്യുന്നത്. അഭിമന്യു അവസാനം എഴുതി വെച്ചത് വർഗീയത തുലയട്ടെ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം അഭിമന്യു ആ ചുമരിൽ എഴുതിയ മുദ്രാവാക്യമായിരിക്കും, വർഗീയത തുലയട്ടെ എന്നതായിരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്നത്. വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. പത്തനംതിട്ടയിൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന BJP സ്ഥാനാർത്ഥിക്കായി നേതൃത്വം കാത്തിരിക്കുന്നത് സമുദായ നേതാവിന്റെ സമ്മതത്തിനായെന്നും അദ്ദേഹം പറഞ്ഞു. NSSും SNDPയും അടക്കമുള്ള എല്ലാ വിഭാഗത്തിന്റെ വോട്ടുകളും ഇടതുപക്ഷത്തിന് കിട്ടുമെന്നും കോടിയേരി പറഞ്ഞു. ബലാത്സംഗ കേസിൽ പ്രതികളായവരെ മത്സരിപ്പിക്കുന്ന കോൺഗ്രസാണ് ഇന്ന് ബലാത്സംഗ കേസുകളെ കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചെന്നിത്തല സ്വയം ചികിത്സയ്ക്ക് വിധേയനാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഗവേഷണ പ്രബന്ധം തെരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശം നിഷേധിച്ച അധികൃതരുടെ ഉത്തരവ്. സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായുള്ള ഈ തീരുമാനത്തിന് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കേരള സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം പ്രൊഫസർ മീന ടി പിള്ള സ്ഥാനം രാജിവെച്ച് പ്രതിഷേധം പ്രകടിപ്പിച്ചു. സർവകലാശാലകളിൽ ഗവേഷക വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ഗവേഷണം നടത്തുന്നതിന് അവസരം നൽകി വരുന്നതാണ് നിലവിലുള്ള കീഴ്വഴക്കം. ഈയിടെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം വിളിച്ചു ചേർത്ത കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ ഉണ്ടായ നിർദ്ദേശപ്രകാരമാണ് പ്രബന്ധ വിഷയം തെരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തിന് തടയിടുന്നത്. ദേശീയ മുൻഗണനാ വിഷയങ്ങളിൽ ഗവേഷണം നടത്തണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇതു സംബന്ധിച്ച് കേരള കേന്ദ്ര സർവകലാശാല ഇറക്കിയ ഉത്തരവിനെതിരെ ഉയരുന്നത് ശക്തമായ പ്രതിഷേധം. കേരള കേന്ദ്ര സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം ഡോക്ടർ മീന ടി പിള്ള സ്ഥാനം രാജിവെച്ചു. ഗവേഷണ വിഷയം തിരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ സ്വതന്ത്രാവകാശം ഇതോടെ നഷ്ടമായതായി പ്രൊഫസർ മീന ടി പിള്ള പറഞ്ഞു. നാളെ മലയാളം ഭാഷ പഠിക്കണ്ട, ഹിന്ദി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് ആരുടെ പ്രയോറിറ്റിയാണ്? അപ്പം നമ്മളുടെ ഭാഷയും നമ്മളുടെ സംസ്കാരവും നമ്മളുടെ നവോത്ഥാനവും നമ്മളുടെ ചെറിയ ചെറിയ ജീവിതചര്യകളും രീതികളും ഒക്കെ പഠിക്കാൻ അത് ഏത് നാഷണൽ പ്രയോറിറ്റിക്കുള്ളിൽ പെടുത്തും? അത് എന്ത് തരം പ്രസക്തം അപ്രസക്തം എന്നുള്ള ദ്വന്ദ്വത്തിനുള്ളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പഠിക്കും? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. പ്രാദേശിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഗവേഷണം നടത്താനുള്ള വിദ്യാർത്ഥികളുടെ അവകാശം പുതിയ ഉത്തരവ് പ്രകാരം നഷ്ടമാകും. ദേശീയ മുൻഗണന പ്രാധാന്യ വിഷയമെന്നത് സംഘപരിവാർ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള ഗവേഷണമായി പരിമിതപ്പെടുമെന്നാണ് പൊതുവെയുള്ള ആശങ്ക. കേന്ദ്ര സർവകലാശാല നീക്കത്തിൽ AKPCTA പ്രതിഷേധം രേഖപ്പെടുത്തി. സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായതോടെ പ്രചരണ രംഗം ചൂടുപിടിക്കുന്നു. അങ്കത്തട്ടിലേക്ക് ആദ്യമിറങ്ങിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവ് 2ാം ഘട്ടം കടന്ന പരസ്യ പ്രചാരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പടലപ്പിണക്കങ്ങളും പരസ്യ പ്രതിഷേധവും മഞ്ഞുരുങ്ങി UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും മണ്ഡലത്തിൽ സജീവമാണ്. അതേസമയം BJPയുടെ അൽഫോൺസ് കണ്ണന്താനമാകട്ടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മണ്ഡലത്തിൽ ഇതുവരെ എത്തിയിട്ടുമില്ല. മുൻ രാജ്യസഭാ MPയും MLAയും കേന്ദ്രമന്ത്രിയും പരസ്പരം പോരാടുന്ന മണ്ഡലമാണ് എറണാകുളം. ജനപ്രതിനിധികളായിരുന്നതിനാൽ വോട്ടർമാർക്കിടയിൽ പറയാൻ സ്ഥാനാർത്ഥികൾക്ക് നേട്ടങ്ങൾ നിരവധി. ആദ്യം അങ്കത്തട്ടിലിറങ്ങിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവ് 2ാം ഘട്ടവും പൂർത്തിയാക്കി പരസ്യ പ്രചാരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഒരു ദിവസം ഒരു നിയമസഭാ മണ്ഡലം എന്ന ക്രമത്തിൽ 29 വരെ ആദ്യഘട്ട പ്രചരണവും ആരംഭിച്ചു. എല്ലായിടത്തും വലിയ ആവേശമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് P. രാജീവ്. മുന്നണി നല്ല ആവേശത്തിലാണ്. എന്നാൽ ഞങ്ങൾ ഇനി വേറെ മുന്നോട്ട് പോകാനുണ്ട്. എല്ലാം പൂർത്തീകരിച്ച് എന്നുള്ളതല്ല. ഇനിയും ഞങ്ങൾ എത്തിച്ചേരാത്ത ഒത്തിരിയേറെ ജനങ്ങളുണ്ട്. ഞങ്ങൾ എത്തിച്ചേരാൻ പറ്റാത്ത വീടുകളുണ്ടായിരിക്കും, വോട്ടർമാരുണ്ടായിരിക്കും. ഞങ്ങൾ വളരെ മുമ്പിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഇനിയും ഏറെ മുന്നേറാനുണ്ട്, ഇനിയും ഏറെ ജനങ്ങളിലേക്ക് എത്താനുണ്ട്, ഇനിയും ഏറെ വീടുകളിലേക്ക് എത്താനുണ്ട്. ആ കാഴ്ചപ്പാടോടുകൂടി കുറെ കൂടി തീവ്രമായി പ്രവർത്തിക്കാനാണ് മുന്നണിയാകെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക വൈകിയതും സീറ്റ് മോഹിച്ചിരുന്നവരുടെ പരസ്യ പ്രതിഷേധവും UDF ക്യാമ്പിൽ ആദ്യം അങ്കലാപ്പുണ്ടാക്കിയെങ്കിലും പ്രചാരണത്തിൽ ഹൈബി ഈഡനും സജീവമായി കഴിഞ്ഞു. ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് MLA. കേരളത്തിലേക്ക് ഇതുവരെ തിരിച്ചെത്താത്ത KV തോമസിനെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് മണ്ഡലത്തിൽ എത്തിക്കുമെന്ന പ്രതീക്ഷയും സ്ഥാനാർത്ഥി പങ്കുവച്ചു. അദ്ദേഹം ഒരു മുതിർന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എറണാകുളത്തിൻ്റെ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതൃത്വം ആയി അദ്ദേഹം നടത്തുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊച്ചിയിലേക്ക് ഈ ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾക്കും എല്ലാ നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾക്കും വലിയ ആവേശമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം തന്റെ 2ാമത്തെ വീടാണെന്ന് പ്രഖ്യാപിച്ച BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം ഇതുവരെ മണ്ഡലത്തിൽ എത്തിയിട്ടുമില്ല. വരും ദിവസങ്ങളിൽ BJP സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ എറണാകുളം മണ്ഡലം പ്രചാരണ പ്രവർത്തനങ്ങളാൽ കൂടുതൽ സജീവമാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ തോട്ടം തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ആരതി ഒഴിഞ്ഞും ആശീർവദിച്ചും തൊഴിലാളികളുടെ പ്രതിനിധിയെ അവർ സ്വീകരിച്ച് വിജയാശംസകൾ നേർന്നു. കുളത്തുപുഴ RPL എസ്റ്റേറ്റിലെ ശ്രീലങ്കൻ തമിഴ് വംശജരോടാണ് KN ബാലഗോപാൽ വോട്ട് അഭ്യർത്ഥിച്ചത്. തൊഴിലാളികളുടെ ഏക പ്രതിനിധിയെ അവർ ആരതി ഒഴിഞ്ഞും മാലയിട്ടും സ്വീകരിച്ചു. എല്ലാവർക്കും ഒറ്റ ആവശ്യം, ജയിച്ചു വരിക. അതിന് KN ബാലഗോപാലിന്റെ മറുപടി: പുതുതായിട്ട് മതനിരപേക്ഷ ഗവൺമെന്റ് വന്നാൽ നല്ല നിലപാടെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം, പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള അവസരം, തൊഴിലാളിക്ക് കൂലി കിട്ടാനുള്ള അവസരം, വ്യവസായം നിൽക്കാനുള്ള അവസരം, ആ അവസരമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷം വേണം. കോൺഗ്രസും UDF മാത്രം വന്നാൽ എന്താ, UDFിലെ ആളുകൾ ചിലപ്പോൾ ഇതിന്റെ കൂടെ നിൽക്കത്തില്ല, അവരിപ്പോൾ BJP ചേർന്നുകൊണ്ടിരിക്കുക. സ്വീകരണത്തിനിടെ RPLിലെ ഫുട്ബോൾ താരങ്ങളുമൊത്ത് അല്പനേരം ചെലവിട്ടു. പിന്നെ സെൽഫിക്കും സമയം കണ്ടെത്തി. തോട്ടം മേഖലയിലെ തേരോട്ടം തുടർന്നു. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും തിരികെയും ബാലഗോപാൽ മാലയിട്ടും ഷോളണിയിച്ചും ചിലരെ ആദരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പും പാർട്ടി ജില്ലാ സെക്രട്ടറിയായിരിക്കെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടതിന്റെ സ്മരണ തൊഴിലാളികൾക്കും ഉണ്ടായിരുന്നു. വിശ്വാസിയായ ചിത്രയാണ് ഇവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് ആരതി ഒഴിഞ്ഞ് സ്വീകരണം നൽകുന്നത്. കുളത്തുപുഴയിൽ നിന്ന് രാജ്കുമാർ. ഹൈറേഞ്ചിൽ പ്രചാരണം ശക്തമാക്കി ഇരു മുന്നണികളും. വികസന തുടർച്ചയ്ക്ക് LDF വോട്ട് ചോദിക്കുമ്പോൾ ഇടുക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. ജോയ്സ് ജോർജിന്റെ രണ്ടാം ഘട്ട പര്യടനം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഡീൻ കുര്യാക്കോസിന്റെ പ്രചാരണാർത്ഥമുള്ള നേതൃസംഗമങ്ങൾ പൂർത്തിയായിട്ടേയുള്ളൂ. MP എന്ന നിലയിൽ നടപ്പിലാക്കിയ 4750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, പ്രളയാനന്തര ഇടുക്കിക്ക് ഇടത് സർക്കാരിന്റെ 5000 കോടിയുടെ പാക്കേജ്. വോട്ടഭ്യർത്ഥിക്കുമ്പോൾ സിറ്റിംഗ് MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് അനുകൂല ഘടകങ്ങൾ ഏറെയുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം അവരുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടും എല്ലാ പ്രതിസന്ധികളിലും അവർക്കൊപ്പം നിന്നുകൊണ്ടുമൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു. 100% സുതാര്യമായ പ്രവർത്തനമാണ് നമ്മൾ നടത്തിയിരുന്നത്. ജനങ്ങളുടെ മുമ്പിൽ അവർക്കൊപ്പമാണ് ജീവിച്ചത്. ജോയ്സിന്റെ രണ്ടാം ഘട്ട പര്യടനം അവസാന ഘട്ടത്തിലാണ്. 26 മുതൽ പൊതുപര്യടനം ആരംഭിക്കും. അതേസമയം തെറ്റിദ്ധാരണ കൊണ്ടാണ് കഴിഞ്ഞ തവണ താൻ പരാജയപ്പെട്ടതെന്നും ഇത്തവണ അതുണ്ടാകില്ലെന്നും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പറയുന്നു. കൃഷിക്കാർക്കൊപ്പം, തൊഴിലാളികൾക്കൊപ്പം നിരവധിയായ പ്രവർത്തന രംഗങ്ങളിൽ, അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഒരു സാധാരണക്കാരനെ പോലെ തന്നെ അവരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയായി വരുമ്പോൾ വിജയിക്കുമെന്നുള്ള ഒരു തലത്തിലേക്ക് ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡീനിന്റെ പ്രചാരണാർത്ഥമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ നേതൃസംഗമങ്ങൾ പൂർത്തിയായി. പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ കഴിയുന്നതോടെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പൊതുപര്യടനം ആരംഭിക്കും. മലയോര ജനത ഇത്തവണയും നെഞ്ചേറ്റുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ LDFും കാറ്റ് മാറിവീശുമെന്ന പ്രതീക്ഷയോടെ UDFും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. പ്രചാരണ പരിപാടികളുടെ തിരക്കിനിടയിലും ലോക ജനദിനത്തിന്റെ സന്ദേശം ജനങ്ങളിലെത്തിച്ച് എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി P. രാജീവ്. കളമശ്ശേരി കങ്ങരപ്പടിയിലാണ് P. രാജീവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം യുവാക്കൾ കുളം വൃത്തിയാക്കിയത്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ നടപ്പാക്കി വന്ന പദ്ധതിയുടെ വികസന തുടർച്ച ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് P. രാജീവ് പറഞ്ഞു. ചുട്ടുപൊള്ളുന്ന വെയിൽ വകവയ്ക്കാതെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണാൻ നെട്ടോട്ടമോടുമ്പോൾ എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P. രാജീവ് കുളം വൃത്തിയാക്കുന്ന തിരക്കിലാണ്. പ്രളയം ഏറെ നഷ്ടമുണ്ടാക്കിയ തന്റെ മണ്ഡലത്തിൽ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളിലെത്തിക്കുകയാണ് ലോക ജലദിനത്തിൽ സ്ഥാനാർത്ഥി. കളമശ്ശേരിയിലെ കങ്ങരപ്പടിയിൽ നശിച്ചു കിടന്ന മുനിസിപ്പൽ കുളമാണ് ഒരു കൂട്ടം യുവാക്കൾക്കൊപ്പം ചേർന്ന് സ്ഥാനാർത്ഥി വൃത്തിയാക്കിയത്. എറണാകുളത്ത് പാർട്ടിയുടെ അമരക്കാരനായിരിക്കെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ 60ഓളം കുളങ്ങൾ വൃത്തിയാക്കുകയും 50,000-ലധികം മഴക്കുഴികൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പ്രചരണ പരിപാടിക്കിടെ എത്തിയതെന്ന് P. രാജീവ്. പ്രളയത്തിന് ശേഷം കാലാവസ്ഥ വ്യതിയാനം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ വികസന കാഴ്ചപ്പാടുകളിൽ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു അവബോധം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതുണ്ട്. കുറെ കൂടി പച്ചപ്പാർന്ന ഒരു ഇടമായി കേരളത്തെ മാറ്റി തീർക്കേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്ക് ഇതിനു മുൻപ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നന്നായി എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ജില്ലാ സെക്രട്ടറി ആയിരിക്കെ P. രാജീവ് നടപ്പാക്കിയ ജൈവ കൃഷിയും വിഷുരഹിത പച്ചക്കറി വിപണനവുമെല്ലാം ജനശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൂടുതൽ വികസന തുടർച്ച നൽകാനാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ക്യാമ്പസുകൾക്ക് പ്രിയങ്കരനായി വിദ്യാർത്ഥികളുടെ പിന്തുണ ഉറപ്പിച്ച് കാസർഗോഡ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ വ്യക്തികളെയും ക്യാമ്പസുകളെയും സന്ദർശിച്ച് 2 വട്ടം മണ്ഡലത്തിൽ പര്യടനം നടത്തിയ ഈ പഴയ വിദ്യാർത്ഥി യുവജന നേതാവിന് കൂടുതൽ ആവേശം പകർന്നു നൽകിയതും കലാലയങ്ങളാണ്. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണെന്ന് KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിക്കുന്ന പ്രവർത്തനത്തിലായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയായി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. രാഷ്ട്രത്തിന്റെ ഗതിയും ഭാവിയും നിർണ്ണയിക്കുന്നതിൽ എന്നും മുൻനിരയിലാണ് യുവജനങ്ങളും വിദ്യാർത്ഥികളും. ഇത് തിരിച്ചറിയുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കലാലയങ്ങളും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സന്ദർശിച്ച് വിദ്യാർത്ഥികളുടെ പിന്തുണ തേടി. 2 ആഴ്ചത്തെ പര്യടനത്തിനിടയിൽ KP സതീഷ് ചന്ദ്രൻ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളെല്ലാം സന്ദർശിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ക്യാമ്പസുകളിൽ സതീഷ് ചന്ദ്രന് പിന്തുണയുമായി എത്തിയത്. ഓരോ ക്യാമ്പസിലെയും വരവേൽപ്പുകൾ സ്ഥാനാർത്ഥിക്ക് അവിസ്മരണീയ അനുഭവങ്ങളായി മാറി. രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കണമെന്ന് സതീഷ് ചന്ദ്രൻ അഭ്യർത്ഥിച്ചു. ഈ 2 ആഴ്ചക്കാലത്തെ പര്യടനത്തിൽ അനുഭവപ്പെട്ടത് LDF മുന്നോട്ട് വെക്കുന്ന സന്ദേശത്തിന് അനുകൂലമായി എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ വലിയ മുന്നേറ്റമാണ് LDFന് അനുകൂലമായി ഉള്ളത്. 2ാം വട്ടം പര്യടനവുമായി എത്തിയ KP സതീഷ് ചന്ദ്രന് പയ്യന്നൂർ നിയമസഭാ മണ്ഡലം ഊഷ്മളമായി വരവേറ്റു. പയ്യന്നൂർ നഗരത്തിലും തൊഴിൽശാലകളിലും ക്യാമ്പസുകളിലും വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ UDF പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലം കൺവെൻഷനുകളിൽ പങ്കെടുത്തു. BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ ഇന്ന് മുതൽ പ്രചാരണത്തിന് തുടക്കം കുറിക്കും. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഇന്ന് മുതൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ പൊതു സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് 2ാം വട്ട പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. പ്രവാസ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ മെഗാ ഷോ ആയി കൈരളി TV ഇശൽ ലൈല. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രതിഭകളുടെ അപൂർവ സംഗമം കൂടിയായിരുന്നു കൈരളി TV ദുബായിൽ സംഘടിപ്പിച്ച ഇശൽ ലൈല. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. മാപ്പിളപ്പാട്ടുകളുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച കൈരളി TV ഇശൽ ലൈല അവാർഡ് നിശയുടെ 5ാമത് പതിപ്പാണ് ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ നടന്നത്. മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ മമ്മൂട്ടിയുടെ സാന്നിധ്യം അവാർഡ് നിശയെ ശ്രദ്ധേയമാക്കി. മോഹൻലാൽ, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, മുരളി ഗോപി, ആശാ ശരത് തുടങ്ങിയവരുടെ സാന്നിധ്യവും ഇശൽ ലൈലയെ വേറിട്ടതാക്കി. സംഗീത രംഗത്ത് അതുല്യ സംഭാവനകൾ നൽകിയ ഗന്ധർവ ഗായിക KS ചിത്ര, സംഗീത സംവിധായകൻ ഗോപി സുന്ദർ, അഫ്സൽ, അൻഷി ഫാത്തിമ എന്നിവർക്ക് മമ്മൂട്ടി അവാർഡുകൾ സമ്മാനിച്ചു. മാപ്പിളപ്പാട്ട് പരിപോഷിപ്പിക്കാൻ കൈരളി TV നടത്തുന്ന ശ്രമങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണ ഏറെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മമ്മൂട്ടി പറഞ്ഞു. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഒരു സംഗീത ശാഖ ഇത്രത്തോളം ജനകീയമാക്കിയെടുത്തത് കൈരളിയാണെന്ന് അറിയുന്നതിലും പറയുന്നതിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് സാമാന്യ ജനങ്ങളിലേക്കും സാധാരണക്കാരിലേക്കും അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ ഒരു സമൂഹത്തിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം സംഗീതമല്ല, കലയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ കൈരളിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ 5ാമത്തെ സീസണാണ്. ഓരോ പ്രാവശ്യവും ഈ സംഗീത ശാഖയെ അല്ലെങ്കിൽ ഈ സംഗീതത്തെ അല്ലെങ്കിൽ സംഗീത വിഭാഗത്തെ ഞങ്ങളാൽ കഴിവത് ഞങ്ങൾ തേച്ചു മെനുക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഇതിന്റെ പ്രഭ, സൗന്ദര്യവും സംഗീതവും എല്ലാം വർദ്ധിച്ചു വരുന്നതായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ KS ചിത്ര ആലപിച്ചത് എല്ലാവരുടെയും മനം കവർന്നു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബിട്ടാസ്, ഡയറക്ടർ VK അഷ്റഫ്, MK ഗ്രൂപ്പ് ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, കൈരളി TV മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ EM അഷ്റഫ് എന്നിവർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു. മോഹൻലാലിന്റെ പുതിയ ചിത്രമായ ലൂസിഫറിന്റെ ട്രെയിലറിന്റെ അവതരണവും ഇശൽ ലൈല വേദിയിൽ നടന്നു. ചിത്രത്തിലെ താരങ്ങൾക്കൊപ്പം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും വേദിയിലെത്തി. മമ്മൂട്ടിയാണ് ലൂസിഫറിന്റെ ട്രെയിലർ അവതരിപ്പിച്ചത്. ഒരു അഡാർ ലവ് നായിക നൂറിൻ ഷെരീഫ്, നടി മിയ ജോർജ് എന്നിവർ നൃത്തച്ചുവടുമായി ഇശൽ ലൈല വേദിയെ ആവേശത്തിലാക്കി.
ഗായകരായ അഫ്സൽ, റിമി ടോമി എന്നിവർ ഇശയിലയിൽ സംഗീത മഴയൊരുക്കി. കാലിനിസാരം സീരിയൽ താരങ്ങളുടെ പ്രകടനവും ഇശയിലൈല വേദിയുടെ മാറ്റുകൂട്ടി. യുഎയിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഫാഷൻ ഷോയുമായി ഇശയിലൈല വേദിയിലെത്തിയത് ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, ദുബായ്.